ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് കഴിഞ്ഞ മാർച്ചിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ വലിയ പ്രതീക്ഷകളോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ എമ്പുരാൻ. കളക്ഷന്റെ കാര്യത്തിൽ മലയാളത്തിന്റെ റെക്കോർഡ് കളക്ഷനും കാര്യങ്ങളെല്ലാം തന്നെ സിനിമ നേടിയെടുത്തു എങ്കിൽ പോലും ഒരു സിനിമ എന്ന നിലയിൽ അഭിപ്രായങ്ങൾ കൊണ്ട് നോക്കുകയാണെങ്കിൽ പ്രതീക്ഷ ലെവൽ അഭിപ്രായങ്ങളല്ലോ. അതോടൊപ്പം തന്നെ പൂർണ്ണ സംതൃപ്തിയല്ലോ ലൂസിഫർ എന്ന സിനിമ ഇഷ്ടപ്പെട്ട സിനിമാ പ്രേമികൾക്ക് നൽകിയത്. എന്തായാലും എൽ സീരീസ് അവസാനിക്കണമെങ്കിൽ L3 കൂടി വരേണ്ടതായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും നമ്മുടെ സിനിമാ പ്രേമികൾക്കും തന്നെ സംശയമില്ല. പക്ഷേ എമ്പുരാന്റെ നിരാശപ്പെടുത്തിയ അഭിപ്രായങ്ങൾ അതോടൊപ്പം തന്നെ പൃഥ്വിരാജും സിനിമയുടെ അണിയറ പ്രവർത്തകരും നേരിട്ട പ്രതിഷേധങ്ങളും അക്രമങ്ങളെല്ലാം തന്നെ കാരണം എൽ സീരീസിന്റെ അവസാന ഭാഗമായ L3 അസ്രായേൽ വരുമോ എന്നൊരു ചോദ്യം ഒരുപാട് പ്രേക്ഷക മനസ്സുകളിലുണ്ട്. ഇക്കാര്യത്തിൽ നമുക്കറിവുള്ള റിപ്പോർട്ടുകൾ പ്രകാരം യഥാർത്ഥത്തിൽ ഏപ്രിൽ ആദ്യ ആഴ്ച എമ്പുരാന്റെ വിദേശ രാജ്യത്തെ പ്രമോഷൻ വേളയിൽ ദുബായിൽ വെച്ച് L3 അസ്രായേൽ പ്രഖ്യാപനം വരേണ്ടിരുന്നതായിരുന്നു. എന്നാൽ ആ സമയത്തെ പ്രതിഷേധങ്ങൾ, രാഷ്ട്രീയ സമ്മർദ്ദമെല്ലാം തന്നെ കാരണമാണ് ആ പ്രഖ്യാപനം വേണ്ട എന്ന് വെച്ചത് ഉപേക്ഷിച്ചത്. എന്തായാലും L3 ലൂസിഫറിന്റെ മൂന്നാം ഭാഗം ഉറപ്പായിട്ടും വരും. അതിന്റെ പ്രഖ്യാപനവും അധികം വൈകാതെ ഒരുപക്ഷെ ഒരു ചൂടെല്ലാം തന്നെ അറിയതിനു ശേഷം ഉറപ്പായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ തന്നെ ലൂസിഫറിന്റെ മൂന്നാം ഭാഗത്തിന് മുന്നേ ലാലേട്ടൻ പൃഥ്വിരാജ് കോംബോയിൽ ഒരു സിനിമ വരുന്നുണ്ട് എന്ന് പ്രേക്ഷകരെ അറിയിച്ചിരുന്നല്ലോ. ഇപ്പോഴത്തെ ഈ കോംബോയിൽ 1 അല്ല 2 അല്ല 3 സിനിമകൾ വരുന്നു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ലൂസിഫറിന്റെ മൂന്നാം ഭാഗം കൂടാതെയുള്ള ഈ ലാലേട്ടൻ പൃഥ്വിരാജ് കോംബോയിലുള്ള 3 സിനിമകളിലേക്ക് വരികയാണെങ്കിൽ അതിലൊന്ന് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയല്ല, മറിച്ച് വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ പൃഥ്വിരാജ് കോംബോ ഒരുമിക്കുന്ന സിനിമയാണ്. വേറെ ഒന്ന് ലാലേട്ടൻ പൃഥ്വിരാജ് കോംബോയിൽ വരാനിരിക്കുന്ന ബ്രോഡാഡി പോലൊരു എന്റർടൈനർ സിനിമയാണ്. അത് പൃഥ്വിരാജ് ആയിരിക്കും സംവിധാനം ചെയ്യുക. മറ്റൊരു സിനിമ ലാലേട്ടൻ പൃഥ്വിരാജ് ഫഹദ് ഫാസിൽ തുടങ്ങിയവർ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് എന്നൊരു റിപ്പോർട്ടാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സിനിമ പൃഥ്വിരാജ് തന്നെ ആയിരിക്കും സംവിധാനം ചെയ്യുക എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് സുകുമാരൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. എമ്പുരാൻ എന്ന ഒരൊറ്റ സിനിമയിലൂടെ തന്നെ തനിക്കേറ്റ വിമർശനങ്ങൾക്കൊപ്പം തന്നെ ലാലേട്ടന്റെ പ്രതിച്ഛായ വരെ തകർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾക്ക് എന്തായാലും ലാലേട്ടനെ കൂട്ടുപിടിച്ച് തന്നെ പൃഥ്വിരാജ് മറുപടി നൽകാനായിട്ട് ഒരുങ്ങുമ്പോൾ കാത്തിരിക്കാം പൃഥ്വിരാജിന്റെ ഓരോ സിനിമകൾ കേട്ട ലാലേട്ടൻ സിനിമകൾ കേട്ട